ഇപ്പൊ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ബീഹാറാണ്. അതുപോലെ ഈ ബജറ്റിൽ കണ്ട ഒരു പേര് കൊല്ലമാണ്. ഒരു പക്ഷേ കൊല്ലത്തെ, അതും സാധാരണക്കാർക്ക് എത്രത്തോളം ഗുണമേന്മയുണ്ടാക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കര ഉൾപ്പെടുന്ന കൊല്ലം ജില്ലയ്ക്ക് കൈനിറയെ കൊടുത്ത ധനമന്ത്രി KM ബാലഗോപാൽ. അടുത്ത വർഷം നിയമസഭയിലെത്താനുള്ള വഴിവെട്ടുകയാണോ ബാലഗോപാൽ എന്ന് തോന്നിപ്പിക്കും വിധമാണ് കൊല്ലത്തോടുള്ള സ്നേഹ ബജറ്റ്. ബജറ്റിലെ കൊല്ലത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ പരിശോധിക്കാം. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ IT പാർക്ക്. കിഫ്ബിയും കിൻഫ്രയും കോർപ്പറേഷനുമായി ഏർപ്പെടുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാകും പദ്ധതി. 2025-26 ആദ്യഘട്ടത്തിലാകും പദ്ധതി പൂർത്തിയാക്കുക. കൊട്ടാരക്കരയിലെ രവിനഗറിലുള്ള കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയാണ് രണ്ടാമത്തെ IT പാർക്ക് സ്ഥാപിക്കുക. 97,370 ചതുരശ്ര അടി വിസ്തീർണത്തിലായിരിക്കും ഈ പാർക്ക് വരിക. അടുത്തത് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതിയാണ്. ദേശീയപാത 66-37, പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത 744, ഇനി നിലവിലുള്ള കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട ദേശീയപാത 744, തിരുവനന്തപുരം കൊല്ലം റെയിൽപാത, കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നിവ വികസിപ്പിക്കും. ആക്കുളം കൊല്ലം റീച്ചിന്റെ സ്വാധീന മേഖല ഏറ്റെടുക്കുന്നു. ഇവിടെ കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം ഉൾപ്പെടെ 5 വികസന മേഖലകൾ സ്ഥാപിക്കും. കൊല്ലത്ത് ഓഷ്യനേറിയത്തിനും മറൈൻ ബയോടെക്നോളജി പാർക്കിനും സ്ഥലം ഏറ്റെടുക്കാൻ 20 കോടി രൂപ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന പിൽഗ്രിം ഹൗസും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കാൻ 5 കോടി രൂപ. കൊട്ടാരക്കരയിൽ സയൻസ് മ്യൂസിയം സ്ഥാപിക്കാൻ 5 കോടി രൂപ. നീണ്ടകരയിൽ യാൺ ട്വിസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി തുടങ്ങാൻ 5 കോടി രൂപ അധികമായി വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിൽ പുതിയ വ്യവസായ ഫുഡ് പാർക്കിംഗ് പ്രാരംഭഘട്ടത്തിൽ 5 കോടി രൂപ. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയ്ക്കായി 30 കോടി രൂപ. കൊല്ലം ജില്ലയുടെ ചരിത്രവും സമുദ്ര പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിന് 5 കോടി. ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസത്തിന് 1 കോടി രൂപ. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കാനായി മറീന നിർമ്മിക്കും. ഇതുവഴി കൊല്ലത്തെ ആഗോള ടൂറിസം നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാം. മറീന നിർമ്മിക്കാൻ 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും ബാധിക്കുക. അതായത് കേന്ദ്രം ടാക്സ് കുറക്കുമ്പോൾ കേരളം ടാക്സ് കൂട്ടുന്നു. ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള പദ്ധതികളും ഇതിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ പത്രത്തിൽ വലിയ അക്ഷരത്തിൽ വരുന്ന വാർത്തകൾക്കപ്പുറത്ത് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഇടയില്ലാത്ത, എന്നാൽ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ കരിനിഴൽ വീഴ്ത്തിയേക്കാൻ സാധ്യതയുള്ള ഒരു ബജറ്റ് ആയിട്ട് തന്നെയാണ് ഈ ബജറ്റിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ദെൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ചിലപ്പോ ഞാനിത് പറയുന്നത് ബജറ്റ് ഒറ്റത്തവണ കേട്ട ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ബീഹാറാണ്. അതുപോലെ ഈ ബജറ്റിൽ കണ്ട ഒരു പേര് കൊല്ലമാണ്. ഒരു പക്ഷേ കൊല്ലത്തെ, അതും സാധാരണക്കാർക്ക് എത്രത്തോളം ഗുണമേന്മയുണ്ടാക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. പക്ഷേ കൊല്ലം എന്നുള്ള ഒരു ജില്ലക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്ത് KN ബാലഗോപാലൻ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി കൊല്ലത്ത് ഒരല്പം അധികം മായാജാലം കാണിക്കാൻ ശ്രമിച്ച ഒരു ബജറ്റാണ്. കൊല്ലം എന്നിങ്ങനെ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഈ ബജറ്റിൽ ഒരുപാട് സ്ഥലത്ത് കേൾക്കേണ്ടി വന്നു, ബീഹാർ പോലെ. അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയുന്നു. അടിസ്ഥാനപരമായി സാധാരണക്കാരനെ വലക്കുന്ന, സാധാരണക്കാരന് ഒരു തരത്തിലുള്ള പ്രയോജനവും ഒരു തരത്തിലുള്ള പ്രതീക്ഷയും വെച്ചു പുലർത്താനില്ലാത്ത പ്രഹസനാത്മകമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരുന്നു ഈ ബജറ്റ്.